ലേക്കും ഇനി നമ്മൾ തെറാനെ മില്ലിയുടെ അവസാന ഭാഗത്തേക്ക് കടക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക. ഓക്കെ. ബാത്തിൽ സെ ദുബ്ന വാലേ എ ആസ്മാ നഹി ഹം. ഓർഡർ ശ്രദ്ധിക്കണേ. എ ആസ്മാ, എ ആകാശമേ, അതായത് അള്ളാഹുവിനെ വിളിക്കുകയാണ്. അള്ളാഹുവേ, ഹം നമ്മൾ, എ ബാത്തിൽ സെ ദുബ്ന വാലേ നഹി, തെറ്റിനോട് അടിച്ചമർത്തപ്പെട്ടവർ അല്ലെങ്കിൽ അടിമപ്പെട്ടവരല്ല നമ്മൾ. അതായത് തെറ്റ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. തെറ്റ് കണ്ടാൽ നമ്മൾ ചെറുത്തു നിൽക്കാൻ പഠിച്ചിട്ടുണ്ട്. സോബാർ കർ ചുക്കാഹേ തൂ ഇംതിഹാ ഹമാര, തൂ നീ ഹമാര, നമ്മളെ സോബാർ കർ ഒരുപാട് പ്രാവശ്യം ഇംതിഹാ ചുക്കാഹേ പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒരു പരിധിവരെ തെറ്റിനോട് ചെറുത്തു നിന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത വരികളിലൊക്കെ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളോട് ഒരുപാട് ബന്ധമുണ്ടെന്ന് നമ്മൾ അറിയിക്കണം. അതായത് നമ്മളൊരുപാട് അവിടെ പോയിട്ടുണ്ട്, നമ്മുടെ ഓർമ്മകൾ അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്, ഓരോ വസ്തുക്കളിലും നമ്മുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് അടുത്ത വരികളിൽ പറയുന്നത്. ഏ ഗുലിസ്ഥാനേ ഇൻ ഉന്ദുലുസ്, അതായത് സ്പെയിനിൻ്റെ പൂന്തോട്ടമേ, വോ ദിൻ ഹേ യാദ് തുജ്കോ, വോ ദിൻ, ആ ദിനങ്ങൾ, തുജ്കോ നിനക്ക് യാദ് ഹേ, ഓർമ്മയുണ്ടാകും. ഏത് ദിനങ്ങളാണോ? താ തേരി ഡാലിയോ മേ ജബ് ആശിയ ഹമാര, ജബ് ഹമാര ആശിയാൻ, നമ്മുടെ കിളിക്കൂടുകൾ, തേരി ഡാലിയോ മേ താ, നിൻ്റെ മരക്കൊമ്പുകളിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള ആ ദിനങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടാകാം. നിൻ്റെ മരക്കൊമ്പിൽ എന്ന് പറഞ്ഞാൽ ആ പൂന്തോട്ടങ്ങളും, ആ പൂന്തോട്ടങ്ങളിലൊക്കെ വിരാജിച്ചിരുന്ന കാലങ്ങളും പിന്നെ അത് സമാധാനങ്ങളും അതൊക്കെയാണ് ഇവിടെ എന്താക്കുന്നത്, സൂചിപ്പിക്കുന്നത്. പിന്നെ സന്തോഷങ്ങളൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ സന്തോഷങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. നമ്മളെ കിളികളായിട്ടും അവിടെ പറന്ന് നടക്കുന്ന ഒരു കിളികളെ പോലെയാണ് നമ്മളെല്ലാം എന്താക്കുന്നത്, സ്പെയിനിൻ്റെ ഉന്തുലുസിൽ നമ്മൾ വിരാജിച്ചിരുന്നത്, കളിച്ചിരുന്നതെന്നാണ് ഇതിലൂടെ ഇങ്ങനെ കവി എന്താക്കുന്നത്, ഉപമിക്കുന്നത്. ഞോ ഏ മൗജെ ദിജില, ദിജില എന്ന ടൈഗ്രീസിൻ്റെ ഓളങ്ങളെ, അതായത് ടൈഗ്രീസിൻ്റെ ഓരോ തിരകളെ, തൂബി പഹ്ചാൻതി ഹേ ഹംകോ, തൂബി നിനക്കും, ഹംകോ നമ്മളെ, പഹ്ചാൻതി ഹേ തിരിച്ചറിയുന്നുണ്ടാകും, നിനക്കും. എങ്ങനെ? കാരണം എന്താ? അബ് തക് ഹേ തേരാ ദറിയ അഫ്സാന ഖോൻ ഹേ, അമാര തേരി ദറിയ, നിൻ്റെ നദികൾ, അതായത് നിൻ്റെ നദികൾ എന്താണ്? ഹമാര അഫ്സാൻ ഖാൻ, അബ് തക് ഇപ്പോൾ വരെ, ഹമാര നമ്മുടെ, അഫ്സാന ഖോൻ ഹേ നമ്മുടെ കഥ പറയുന്നവനാകുന്നു, കാതികനാകുന്നു. അതായത് നിൻ്റെ നദി, ഒന്നുകൂടെ നോക്കുക, തേരാദറിയ, നിൻ്റെ നദികൾ, അബ്തക്ക് ഇതുവരെ, അതായത് ഇപ്പോഴും എന്താണ്? ഹമാര നമ്മുടെ, അഫ്സാന ഖോൻ ഹെ നമ്മുടെ കഥ പറയുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ നിൻ്റെ നദികൾക്ക്, നമ്മുടെ മുസ്ലിമീങ്ങളുടെ ഒരുപാട് കഥകൾ ഇപ്പോഴും പറയാനുണ്ട്. അതായത് നമ്മുടെ ബന്ധങ്ങൾക്കൊന്നും ഇപ്പോഴും എന്തായിട്ടില്ല, ഒരു ഛേദവും ഒരു നഷ്ടവും വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഓക്കെ. ഭയങ്കര ഒരു ഉപമകളാണ്. ശ്രദ്ധിക്കാം. ഏ അർസേ പാക്ക്, അതായത് പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയെ, അതായത് മുസ്ലിമീങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയെ, തേരി ഹുർമത്ത് പേ കട്ട് മറേ ഹം, തേരി ഹുർമത്ത് മേ നിൻ്റെ പരിശുദ്ധിയിൽ, നിൻ്റെ പവിത്രതയിൽ, ഹം നമ്മൾ, കട്ട് മറേ അതായത് മുറിഞ്ഞു മരിക്കും എന്ന് പറഞ്ഞാൽ, അതായത് മരിക്കും നിൻ്റെ പരിശുദ്ധിയിൽ, അതായത് നിന്നോട് അലിഞ്ഞു ചേരും നമ്മൾ. ഹേ ഹൂ തേരി റഗോ മേ അബ് തക് റവാ ഹമാര, തേരി റഗോമേ നിൻ്റെ നരമ്പുകളിൽ, ഹമാരാ ഖൂൻ നമ്മുടെ രക്തം. ശ്രദ്ധിക്കുക. തേരി റഗോമേ നിൻ്റെ നരമ്പുകളിൽ, ഹമാരാ ഖൂൻ നമ്മുടെ രക്തം, അബ് തക്ക് ഇപ്പോഴും എന്താവുന്നു, റവാഹെ ഒഴുകുന്നുണ്ട്. അതായത് നമ്മളുടെ സിരകളിൽ എന്താണ് ഒഴുകുന്നത്? നിൻ്റെ രക്തമാണ്. സിരകൾ തന്നെ നമ്മുടെ നരമ്പുകളിൽ ഒഴുകുന്നത് നിൻ്റെ രക്തമാണ്. ബന്ധമാണ് പറയുന്നത്, നമ്മളും നീയുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത്. സാലാരെ കാർവാഹെ മീറെ ഹിജാസ് അപ്ന, അതായത് മീറെ ഹിജാസിൻ്റെ നേതാവ്, അപ്ന സാലാരെ കാർവാഹെ അവർ, അതായത് ഹിജാസിൻ്റെ നേതാവ്, അതായത് ഹിജാസൊക്കെ നമ്മളെ പട്ടണം തന്നെ കേട്ടോ. മീറെ ഹിജാസിൻ്റെ നേതാവ്, അപ്ന സാലാരെ കാർവാഹെ നമ്മുടെ അത് ഹിജാസിൻ്റെ നേതാവ് തന്നെയാണ് നമ്മുടെ യാത്രാസംഘത്തിൻ്റെ നേതാവും. സാലാരെ കാർവ എന്ന് പറഞ്ഞാൽ, സാലാർ എന്ന് പറഞ്ഞാൽ നേതാവ്, കാർവ എന്ന് പറഞ്ഞാൽ യാത്രാസംഘം. സാലാരെ കാർവ എന്ന് പറഞ്ഞാൽ കാർവാങ്ക സാലാർ,
കാറുവാൻ കാ സാലാർന്ന കാറുവാൻ യാത്രാ സംഘത്തി കാറുവാൻ കാ യാത്രാ സംഘത്തിൻ്റെ സാലാർ നേതാവ് എങ്ങനെയാണ് ശരിക്കും ഉണ്ടാവുക? ഇതിൻ്റെ ഒരു മോഡൽ പറഞ്ഞാൽ ഇപ്പോൾ പാക്കേ ഇസ്ഥാൻ എന്നാണ് ശരിക്കും. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാക്കേ ഇസ്ഥാൻ. അത് ശരിക്കും എങ്ങനെ ഉണ്ടാവുക? ഇസ്ഥാൻ കാ പാക, അതായത് പൂന്തോട്ടത്തിൻ്റെ പരിശുദ്ധി, പവിത്രത എന്ന് പറയാം. അങ്ങനെയാണ് പറയുക. അതേപോലെ സാലാറേ കാറുവാൻ, അതിനെ പിരിച്ചെഴുതിയാൽ കാറുവാൻ കാ സാലാർ എന്നാണ്ടാവും കേട്ടോ. അതായത് യാത്രാ സംഘത്തിൻ്റെ നേതാവ്. മീറെ ഹിജാസ് എങ്ങനെ വന്ന്? ഹിജാസ് കാ മീർ. മീറെ ഹിജാസ് നമ്മളെ ഹിജാസിൻ്റെ നേതാവ് എന്നാണ് പറയുക. അതിനെ പിരിച്ചെഴുതുമ്പം ഹിജാസ് കാ മീർ, അതായത് ഹിജാസിൻ്റെ നേതാവ്. അങ്ങനെ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. അർസെ പാക്ക് മോളത്തെ വരിയിൽ വെക്കാം. പാക്ക ഹർസ്, പരിശുദ്ധിയുടെ ഭൂമി അല്ലേ അർസെ പാക്ക്. അങ്ങനെ നമ്മൾ അടിയിലൊരു കെസർ കൊടുത്താൽ അതിലൊരു ഖ എന്നുള്ള സംഭവം നമ്മൾ കട്ട് ചെയ്യുക ചെയ്യുന്നത്. സങ്കല്പിക്കുമ്പോൾ ഒരു ഖ ഉണ്ടാവും, അതാണ് പറയുന്നത് കേട്ടോ. അപ്പം മീറെ ഹിജാസ്, അതായത് ഹിജാസിൻ്റെ നേതാവ് അപ്പിന സാലാരെ കാറുവാഹെ, ആ ഹിജാസിൻ്റെ നേതാവ് തന്നെയാണ് നമ്മുടെയും യാത്രാ സംഘത്തിൻ്റെ നേതാവ്. അതായത് ഏത് യാത്രക്ക് പോകുമ്പോഴും നമ്മളെ മുന്നിൽ നിന്ന് നയിക്കൽ ഹിജാസിൻ്റെ നേതാക്കൾ തന്നെയാണ്. കഴിഞ്ഞില്ല. ഉസ് നാം സെ ഹേ ബാക്കി ആറാമേ ജാൻ ഹമാര. ആറാമേ ജാൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവൻ, അതായത് ഹമാര ആറാമേ ജാൻ, ജാൻ കാ ആറാം. ആറാമേ ജാൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവൻ എന്നില്ല അർത്ഥം കേട്ടോ. ഹമാര നമ്മുടെ ആറാമേ ജാൻ പ്രിയപ്പെട്ടവൻ. ഉസ്നാംസെ ആ പേരോട് തന്നെ, അതായത് ആ പേരുമായിട്ട് തന്നെ, അതായത് ഹിജാസിലെ ഓരോ നേതാക്കന്മാരുടെ പേരുമായിട്ട് തന്നെ ബാക്കി ശേഷിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴും നമ്മുടെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ, ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ ഹിജാസിലെ നമ്മെ അന്ന് നയിച്ചിരുന്ന നേതാക്കന്മാരാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അവസാന വരികളിലേക്കാണ്. ഇക്ബാൽ ഖാ തറാന, ഇക്ബാലിൻ്റെ ഈ പാട്ടുകളുണ്ടല്ലോ. ഗോയ ബാങ്കേ ദറാഹേ ഗോയ ബാങ്കേ ദറാഹേ എന്നാട്ടോ. അതായത് ബാങ്കേതറ എന്ന് പറഞ്ഞാൽ യാത്രയുടെ വിളികൾ, മണിനാദങ്ങൾ. അതായത് യാത്രക്ക് പോകുമ്പോഴുള്ള ഒരു വിളിനാദം പോലെയാണ് എന്ത് ഇക്ബാലിൻ്റെ ഈ കവിതകൾ നമുക്ക് എപ്പോഴും അനുഭവപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഇക്ബാൽ ഖാ തിറാന, ഇക്ബാലിൻ്റെ കവിത, ഇക്ബാലിൻ്റെ പാട്ടുകൾ ഗോയ ബാങ്കേ ദറാഹേ, യാത്രയിൽ പോകുമ്പോഴുള്ളൊരു മണിനാദം പോലെയാണ് നമുക്ക് തോന്നുക. മാത്രമല്ല होता है ज़्यादा ഭീമാ ഫിർ കാർവാ ഹമാര. ഫിർ ഇപ്പോഴും, അതായത് ഇനിയും ഹമാര കാർവാ നമ്മുടെ യാത്രാ സംഘം, അതായത് ഹിജാസിലേക്കുള്ള നമ്മുടെ യാത്രാ സംഘം ജാദാ ഭേമ ഹോത്താ ഹെ. ജാദാ ഭേമ എന്ന് പറഞ്ഞാൽ യാത്രക്ക് വേണ്ടി തയ്യാറാവുക എന്നാണ് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മുടെ യാത്ര അവസാനിച്ചിട്ടില്ല. അതായത് നമ്മുടെ യാത്രാ സംഘം പിർ, ഓർഡർ നോക്കണം, പിർ ഇപ്പോഴും, അതായത് എന്നിട്ടും ഹമാര കാർവാൻ നമ്മുടെ യാത്രാ സംഘം ജാദാ ഭേമ ഹോത്താ ഹെ യാത്രക്ക് തയ്യാറായി കൊണ്ടിരിക്കുന്നു. അതായത് ഇതിലൂടെ, ഈ അവസാനത്തെ വരിയിലൂടെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാം, ഇപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആരബ് കവിതകൾ ഓർക്കും, ഇക്ബാലിൻ്റെ ഈ തറാനെ മില്ലി ഓർക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ അതായത് നമ്മുടെ ഇക്ബാലിൻ്റെ കവിതകൾ മുഴങ്ങി നിൽക്കുന്നു എന്നാണ് അവസാനമായിട്ട് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഒരുപാട് തവണ ഇതിൻ്റെ ഓർഡറൊക്കെ മനസ്സിലാക്കി പഠിക്കണമെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്. അസ്സലാമു അലൈക്കും.